ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ 29th ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് 12th മെയ്. ഇന്ന് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കസാക്കിസ്ഥാനിലെത്തി. ഇന്ന് ഞങ്ങൾ കസാക്കിസ്ഥാൻ്റെ ഇങ്ങേയറ്റത്തു നിന്ന് അങ്ങേയറ്റത്തേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. ഏതാണ്ട് 650 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അക്ടോബ എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏതാണ്ട് ബോർഡറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം സോഫാർ ഇതുവരെ എല്ലാവരും ഓക്കെ അല്ലേ? ജസ്റ്റ് അവിടെ നിന്ന് പോന്നപ്പോൾ ഞങ്ങൾക്ക് വീട് എടുക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. കാരണം ഞങ്ങളവിടെ 5 മണിക്കാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഇടയ്ക്ക് ഇവിടെ ഞങ്ങളൊരു ബ്രേക്കിൽ കയറി. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക് പരിസരവും. ഇവിടെ ചെറിയ കാണിക്കാൻ ഒന്നുമില്ല. ജസ്റ്റ് വഴിയിൽ കുറച്ച് വിജനമായ മരുഭൂമി മാത്രമാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, അതായത് നിയർലി 500 കിലോമീറ്റേഴ്സ് വിജനമായ ജസ്റ്റ് മരുഭൂമി മാത്രമാണ്. പച്ചപ്പ് ഉണ്ടെങ്കിലും അടിയിൽ മണലാണ്, ഞാൻ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ ബ്രേക്കിന് എടുത്തത്. ഇവിടെ പ്രത്യേകിച്ച് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അതെ, ഇതിപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു 50 വർഷം, 50 അല്ലെങ്കിൽ 50 കൂടുതൽ വർഷം പുറകോട്ട് പോയതുപോലെയാണ്. ഞങ്ങൾ ഈ ബ്രേക്കിൽ ടോയ്ലറ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ക്ലോസറ്റൊന്നുമില്ല. ഇത് നമ്മുടെ പണ്ട് പന്നിക്കക്കൂസ് ഉള്ളവർക്കൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റിയ സംഭവമാണ്. താഴെ പന്നിയില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പന്നിയില്ലെന്നേ ഉള്ളൂ ഇവിടെ. പിന്നെ അതല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് കുഴി കുത്തിയിട്ട് മോളിൽ പലക വെച്ചേക്കുവാണ്. ജസ്റ്റ് ഒരു ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല്. വില്ലേജാണ്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളാരെയും മോശക്കാരാക്കാൻ പറയുന്നതല്ല. ചെമ്പഴൊന്നുമില്ല. ജസ്റ്റ് പക്ക ഒരു വില്ലേജ് സൈഡാണ്. വെറും മരുഭൂമിയാണ്. ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലൈൻ വലിച്ചാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത 500 കൂടുതൽ കിലോമീറ്റർ ഇതേ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വീഡിയോ എടുക്കാനില്ല, മറ്റൊന്നും കാണാനുമില്ല, കാണിക്കാനുമില്ല. ഇങ്ങനെ വിജനമായ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് കുറച്ച് ചെറിയ സംഭവങ്ങളുണ്ട്. അതെല്ലാം ട്രക്കുകാർക്കൊക്കെ നിർത്താനും ബ്രേക്ക് എടുക്കാനും വേണ്ടി മാത്രമുള്ള സ്ഥലം എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാം ഇതുപോലെ. ഇവിടെ എന്തൊക്കെയോ സംതിങ് ഉണ്ട്. ഇവിടെ എന്താ കുറച്ച് ബിൽഡിങ്സോ ഓഫീസല്ല എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇതുപോലെയുള്ള വിജനമായ സ്ഥലം മാത്രം. പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലാത്ത കാരണം ഇത്രകാലം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. ഇന്ന് ഓക്കെ ബൈ. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ചെറിയൊരു വില്ലേജാണ്. ഒരു സൈഡിൽ കൂടെ ഈ ഹൈവേ, മറു സൈഡിൽ കുറേ വീടുകൾ. ഒരു ചെറിയൊരു വില്ലേജ് ആയിരിക്കാം. എന്തായാലും കുതിരകളും പശുക്കളും ഒക്കെ മേയാൻ പറ്റുന്നുണ്ട് ഈ പുൽമേടയിൽ. മാത്രമേ ഇത് കാണാറുള്ളൂ. ഇത് ഗുഡ്സ് ട്രെയിനാണ്. കണ്ടിട്ട് ഓയിൽ കൊണ്ടുപോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. ചൈനയിലേക്ക് കൊണ്ടുപോവാണ് ഓയിൽ. ഓയിലല്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ടാങ്കിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഓയിലാന്ന് അങ്ങനെ ഗസ് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 50 എണ്ണം ഉണ്ട്. ഞാൻ എണ്ണം പോയോ? മരങ്ങൾ പോലും വളരെ കുറവാണ്. ചെറിയ കുച്ചിരി ഉണ്ടെന്നല്ലാണ്ട് ഒരു മരങ്ങൾ പോലും ഇവിടെ ഇല്ല. ഏതാണ്ട് 8.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ അക്ടോബ എന്ന കസാക്കിസ്ഥാൻ്റെ
പടിഞ്ഞാറൻ ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. യാത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. അക്ടോബയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ കാണുന്ന എണ്ണയുടെ ഒരു കേന്ദ്രമായിട്ടാണ് അക്ടോബയെ പറയുന്നത്. മെയിൻ വ്യവസായം ഇവിടുത്തെ പറയുന്നത് എണ്ണ ഖനനമാണല്ലോ. എണ്ണ ഖനനം മെയിനായിട്ട് കസാഖിസ്ഥാൻ്റെ ഉള്ളത് അക്ടോബയിലാണ്. ഏതാണ്ട് 5 ലക്ഷം പേരാണ് ഇവിടെ ജനസംഖ്യ കണക്കാക്കുന്നത്. അക്ടോബ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജിൽ വൈറ്റ് ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് ഹിൽ, അങ്ങനെയാണ് അക്ടോബ എന്നൊരു പേരുണ്ടായത്. ഹിൽ പ്രദേശമാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പ് തന്നെയാണ്. ഇപ്പോഴും ഇന്നലെയൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നല്ല മൂടി ഒരു ചെറിയ തണുപ്പിൻ്റെ അന്തരീക്ഷമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സമയം ഇവിടെ 2:30, ഏതാണ്ട് 2:30 മണിയായെങ്കിലും, ഉച്ചയ്ക്ക് 2:30 മണിയായെങ്കിലും മൂടി പൊതിഞ്ഞു കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കസാഖിസ്ഥാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസും സ്കൂളുകളും കോളേജുകളും കാര്യങ്ങളും എല്ലാം വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻനിരയിൽ ഉള്ളൊരു ഭാഗമാണ് ഈ അക്ടോബർ. ലെഫ്റ്റ് സൈഡിലും ടൗണൊക്കെ ഏതാണ്ട് ഞങ്ങൾ ടൗൺ എത്തി. ഇവിടുത്തെ ഏറ്റവും വലിയൊരു നഗരമായിട്ടാണ് അക്ടോബയെ വിശേഷിപ്പിക്കുന്നത്. ഇത് ക്യാപിറ്റലൊന്നും അല്ല, എന്നാലും വലിയൊരു സിറ്റി ആയിട്ടാണ് പറയപ്പെടുന്നത്. നമുക്ക് കാണാം ഇങ്ങോട്ട് അക്ടോബയ്ക്ക് എത്തിയത് തന്നെ വലിയ വലിയ കെട്ടിടങ്ങളും കോംപ്ലക്സുകളും എല്ലാം കണ്ടു തുടങ്ങി. ഇത്രയും നേരം നീണ്ട മരുഭൂമിയിൽ കൂടെ ഉള്ളൊരു യാത്രയായിരുന്നു. ഓക്കെ, താങ്ക് യു.